ചിലപ്പോൾ ഞാൻ മാത്രമായിരിക്കും ഇങ്ങനെ, അല്ലെങ്കിൽ ബഹുഭൂരിപക്ഷം പേർക്കും ഇതൊക്കെ തന്നെ ഫീൽ ചെയ്യുന്നുണ്ടാവും. മലയാളത്തിൽ കഴിഞ്ഞ കുറച്ച് നാളുകൾ നമ്മൾ എടുത്ത് നോക്കുകയാണെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് ഓരോ ബോംബുകൾ പൊട്ടുന്നുണ്ട്. സിനിമകളുടെ കാര്യമാണ് പറഞ്ഞു വരുന്നത്. അപ്പോൾ അത്തരം ബോംബ് പൊട്ടലിൻ്റെ ഇടയ്ക്ക് പേരിൻ്റെ പ്രത്യേകതകൾ കൊണ്ട്, ട്രെയിലർ ഇംപ്രസീവ് ആവാത്തതുകൊണ്ട്, പ്രൊമോഷൻസിൻ്റെ കുറവുകൊണ്ട് പല സിനിമകളും വരുന്നതും പോകുന്നതും നമ്മൾ അറിയുന്നില്ല. ഈ ആഴ്ച റിലീസായിട്ടുള്ള സിനിമകളുടെ ലിസ്റ്റ് എടുത്ത് നോക്കുമ്പോൾ ഏകദേശം 8-9 സിനിമകൾ മലയാളവും ഇതര ഭാഷകളും കൂടി പരിഗണിക്കുമ്പോൾ റിലീസിനെത്തിയിട്ടുണ്ട്. ഇതിൽ പല സിനിമകളും നേരത്തെ പറഞ്ഞ കാരണങ്ങൾ കൂടിക്കൊണ്ട് ഞാനും കാണാതെ വിട്ട സിനിമകളാണ്. പക്ഷേ എനിക്ക് തോന്നി ഈ ആഴ്ച ഇറങ്ങിയിട്ടുള്ള പടങ്ങളെല്ലാം കുത്തിയിരുന്നൊന്ന് കണ്ടു നോക്കാം. പല സിനിമകൾക്ക് ഇനി ഷോസ് ഉണ്ടാവുമെന്ന് അറിയില്ല, എന്നാലും ഒന്ന് കണ്ടു നോക്കാമെന്ന്. സത്യം പറയാമല്ലോ, ബോംബ് സ്റ്റാർസിൻ്റെ ഇൻ്റർവ്യൂസ് വരെ ഹിറ്റായി, ആ സിനിമകൾക്ക് വരെ ഇവിടെ കാണാൻ ആളുള്ളപ്പോൾ ഒന്ന് പ്രോത്സാഹിപ്പിക്കാവുന്ന സിനിമകൾ ഈ ആഴ്ച റിലീസായ സിനിമകളുടെ കൂട്ടത്തിലുണ്ട്. അതിലൊന്നിനെ കുറിച്ചാണ് എനിക്ക് പറയാനുള്ളത്. പ്രളയശേഷം ജലകന്യക എന്നാണ് സിനിമയുടെ പേര്. ഈ സിനിമ എന്തുകൊണ്ട് കാണണം എന്ന് എന്നോട് ചോദിക്കുകയാണെങ്കിൽ നല്ല രസമുള്ളൊരു ഗോകുലൻ ഈ സിനിമയിലുണ്ട്. ഇതിലെ വളരെ മനോഹരമായിട്ടുള്ള എന്ന് വെച്ചാൽ ഞാൻ ചിരിച്ചു പോയ ഒരു സീൻ എന്ന് പറയുന്നത് ബൈബിളില്ലേ, ബൈബിൾ എടുത്ത് വായിച്ച് നോക്കി. ഇയാൾ കള്ളനാണ്, ഗോകുലൻ അവതരിപ്പിക്കുന്ന കഥാപാത്രം കള്ളനാണ്. ബൈബിൾ എടുത്ത് വായിച്ച് നോക്കിയിട്ട് പുള്ളിക്ക് ശീലമുള്ളൊരു രീതിയിൽ പുള്ളി ഇത് വായിക്കുന്നുണ്ട്. അതെങ്ങനെയാണെന്നുള്ളത് നിങ്ങൾ തിയേറ്ററിൽ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഞാനേ ആലോചിച്ചപ്പോൾ ശരി, അതങ്ങനെ വായിക്കാമല്ലോ. ഈ വായിക്കുന്നതിൻ്റെ പ്രത്യേകത മാത്രം വെച്ചുകൊണ്ട് നമുക്ക് വേണമെങ്കിൽ ഈ പറയുന്ന പുസ്തകങ്ങളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോകാനുള്ള സാധ്യതയുണ്ട്. അത്രയും രസമായിട്ട്, അതായത് മതസൗഹാർദ്ദത്തിനെ കുറിച്ചൊക്കെ പറയുമ്പോൾ പറയില്ലേ, എല്ലാം പറഞ്ഞു വെച്ചിരിക്കുന്നതും കാര്യങ്ങളൊക്കെ സെയിം ആണെന്ന് എന്ന് പറയുന്ന ഒരു സാധനത്തിനെ അവർ വളരെ രസമായിട്ട് കൊണ്ടുവന്നൊരു സീക്വൻസ് ആയിരുന്നു അത്. പിന്നെ പ്രണയം, വളരെ മനോഹരമായിട്ടുള്ള ഗാഢമായിട്ടുള്ള ആഴത്തിലുള്ള ഒരു പ്രണയം നമുക്ക് ഈ സിനിമയിൽ കാണാൻ പറ്റും. ആ പ്രണയരംഗങ്ങൾ കുത്തിത്തിരികി അങ്ങനത്തെ പരിപാടികളൊന്നുമില്ല. കൂടിപ്പോയാൽ ഒരു 3-4 ഡയലോഗുകളും അതുമായി ബന്ധപ്പെട്ട ഒരു സീനും ഒക്കെ നമ്മൾ സിനിമയിൽ കാണുന്നുള്ളൂ. പക്ഷേ ആ പ്രണയത്തിൻ്റെ തീവ്രത എത്രത്തോളമാണ് എന്നുള്ളത് നമുക്ക് സിനിമയിൽ കാണാൻ വേണ്ടിയിട്ട് പറ്റും. ബന്ധങ്ങളിലെ അർത്ഥശൂന്യത എന്ന് പറയുന്നത് അത് ലിറ്ററലി കാണാനുണ്ട്. എന്ന് വെച്ചാൽ വളരെ രസമുള്ള കുറച്ച് മൊമെൻറ്റ്സിലൂടെ അവരത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നുണ്ട്. അടിപൊളിയായിട്ട് അത് വർക്കാവുന്നുണ്ട്. ആൻഡ് മരണാനന്തര ചടങ്ങുകൾ നമ്മുടെ നാട്ടിൽ വളരെ പ്രഹസനമായി മാറിക്കൊണ്ടിരിക്കുന്ന കാര്യങ്ങളിൽ ഒന്നാണത്. ഈമയോ എന്ന് പറയുന്ന സിനിമയിൽ വിനായകൻ അവതരിപ്പിക്കുന്ന കഥാപാത്രം ഈ മരിച്ച ആളെ യാത്രയാക്കുക എന്ന് പറയുന്ന ചടങ്ങിനെ കുറിച്ച് ഒരു ചെറിയ പെർഫോമൻസ് ഉണ്ട്. പക്ഷെ അത് അതിമാരകമായിട്ടുള്ളൊരു പെർഫോമൻസാണ്. അത് കണ്ടു കഴിഞ്ഞപ്പോൾ എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നു, ഈ മരിക്കുന്ന ആളുകളെ യാത്രയാക്കാൻ നമ്മളും കൂടി പോകണം. അതൊരു അവസാനത്തെ യാത്രയാക്കലല്ലേ. ഈ സിനിമയിലേക്ക് വരുമ്പോൾ അതേ സംഭവത്തിൻ്റെ തന്നെ ഈ അർത്ഥശൂന്യത എന്ന് പറയുന്നത് വളരെയധികം വെളിവാകുന്ന രീതിയിൽ വളരെ ഗംഭീരമായിട്ട് അവരത് ചെയ്തിട്ടുണ്ട്. ആ സമയത്ത് എനിക്ക് ഏറ്റവും കൂടുതൽ എടുത്തു പറയണമെന്ന് തോന്നുന്നത് സിനിമയുടെ എഡിറ്റിംഗ് ആണ്. അതായത് സിനിമയിൽ ഓരോ കട്ട്സും ഓരോ സീക്വൻസുകളും മാറി മാറി വരുന്നതെന്ന് പറയുന്നത് ഒരു പ്രളയത്തിൻ്റെ കാലഘട്ടത്തിൽ ആ ഒരു സമയത്താണ് സിനിമ നടക്കുന്നത്. എല്ലാവരെയും ഹെലികോപ്റ്ററിൽ വരെ വന്ന് രക്ഷപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷേ ഒരമ്മമ്മ മാത്രം അവരുടെ വീട്ടിൽ നിന്ന് പോകുന്നില്ല. അവരുടെ ഭർത്താവ് തളർന്നു കിടക്കുകയാണ്. അപ്പോൾ അദ്ദേഹത്തിനെ നോക്കി, അദ്ദേഹത്തിൻ്റെ കാര്യങ്ങൾ നോക്കി അവരവിടെ തന്നെ അവർ ക്യാമ്പിലേക്കൊക്കെ വിളിച്ചിട്ടൊന്നും പോകുന്നില്ല. അങ്ങനെ ഇരിക്കുമ്പോൾ ഒരു ദിവസം രാത്രി അവരുടെ വീട്ടിലൊരു കള്ളൻ കയറാണ്. അതിനുശേഷം ആ കള്ളൻ അനുഭവിക്കേണ്ടതും പിന്നെ ഇവരുടെ ജീവിതത്തിൽ സംഭവിക്കുന്നതുമായ കാര്യങ്ങളെ ഇങ്ങനെ കോർത്തിണക്കി വളരെ രസമായിട്ട് അവതരിപ്പിച്ച് പോകുന്ന ഒരു സിനിമയാണ്. ഒക്കേഷണലി നമ്മൾ ലാഗ് എന്ന് പറയുന്ന അല്ലെങ്കിൽ ഈ സിനിമയിൽ നിന്ന് കുറച്ചൊരു ഡിസ്റ്റൻസ് വരുന്ന പോലത്തെ ഘടകങ്ങളുണ്ട്. പക്ഷേ ആ സംഭവങ്ങളും അതിൻ്റെ ഒരുക്കി വെക്കലും ഒക്കെ ഭയങ്കര രസമാണ്. സിനിമ ഒരു പെർട്ടിക്കുലർ സമയത്ത് ഈ റിയാലിറ്റിയിൽ നിന്ന് വിട്ടിട്ട് വേറൊരു സാധനത്തിലേക്ക് മാറുന്നുണ്ട്. ആ ഒരു സമയത്തെ ട്രാൻസിഷൻ, ആ കട്ട്സ് അവർ യൂസ് ചെയ്തിരിക്കുന്നത് ഒക്കെ എനിക്ക് ഭയങ്കര രസമായിട്ടാണ് ഫീൽ ചെയ്തത്. ഇതിനകത്ത് തളർന്നു കിടക്കുന്ന അപ്പൂപ്പൻ വരെ എല്ലാവരും ഗംഭീര പ്രകടനങ്ങളാണ് കാഴ്ചവെച്ചിട്ടുള്ളത്. ഇതിലെ കേന്ദ്ര കഥാപാത്രത്തെ അവതരിപ്പിച്ചിരിക്കുന്ന ആശ അരവിന്ദ്, എനിക്ക് ഈ പെർഫോമൻസിൽ ഒരു കണ്ടിന്യൂറ്റി ഫാക്ടർ എന്ന് പറയില്ല, അതായത് ആ ക്യാരക്ടർ, അവരുടെ ഒരു ബോഡി ലാംഗ്വേജ്, ബോഡി മൂവ്മെൻറ്റ്സ്, ഇതിലൊക്കെ എവിടെയൊക്കെയോ എനിക്കൊരു അഭിനയം ഫീൽ ചെയ്യുന്നുണ്ടായിരുന്നു. ആൻഡ് ഡബ്ബിങ് കുറേയും കൂടി ശ്രദ്ധിക്കാമായിരുന്നു എന്ന് എനിക്ക് തോന്നി. ഒരു ആർട്ടിഫിഷ്യൽ ഒരു സാധനം അവിടെ കിടപ്പുണ്ടായിരുന്നു. പക്ഷെ ഒന്നും മോശമായിട്ടല്ല കേട്ടോ, അവർ വളരെ നന്നായിട്ട് തന്നെ ആ വേഷം ചെയ്തിട്ടുണ്ട്. പക്ഷേ കേന്ദ്ര കഥാപാത്രം എന്നുള്ള രീതിയിൽ നമ്മളതിനെ നോക്കി കാണുമ്പോൾ ചെറിയ കാര്യങ്ങൾ പോലും നമുക്ക് കുറച്ചുകൂടി ആംപ്ലിഫൈഡ് ആയിട്ട് ഫീൽ ചെയ്യും. അതുകൊണ്ട് പറയുന്നതാണ്. പക്ഷെ അവരത് രസമായിട്ട് ചെയ്തിട്ടുണ്ട്. രഞ്ജിത്ത് ലളിതൻ എന്നാണ് ബുക്ക് മൈ ഷോയിൽ കാണിക്കുന്നത്. ആ തളർന്നു കിടന്ന ആൾ അത് നിങ്ങളാണോ മനുഷ്യ? നിങ്ങൾ എങ്ങനെ അതിൻ്റെ കണ്ടിന്യൂറ്റി പിടിച്ച് ചില സീനുകളൊക്കെ വളരെ രസമായിട്ട് അവർ ചെയ്തിട്ടുണ്ട്. ഇതിലെ വീഴ്ചകൾ പറയുമ്പോൾ അത് ഗോകുലിനെ കുറിച്ചും പറയണം. ഇയാളെ കസേരയിൽ കെട്ടിയിട്ടിരിക്കുക, വീൽ ചെയറാണ്. അപ്പോൾ കൈയും കാലും കെട്ടിയിട്ടിട്ടുള്ള ഒരു സമയത്ത് ഈ വീൽ ചെയറിൽ നിന്ന് ഇയാൾ തട്ടി വീഴുന്നൊരു ഷോട്ടുണ്ട്. ആ ഷോട്ട് പ്ലേസ് ചെയ്തിരിക്കുന്നത് അയാൾക്ക് അങ്ങനെ ഒരു എസ്കേപ്പ് ഫാക്ടർ ഒന്നുമില്ല. അതായത് ഒരു ബെഡ് ഇട്ട് കൊടുത്ത് അഡ്ജസ്റ്റ് ചെയ്യുക എന്ന് പറയുന്നത് എപ്പോഴും ഒന്നും പറ്റില്ല എന്നുള്ള ആ കട്ട്സ് കാണുമ്പോൾ നമുക്കറിയാം. പക്ഷെ അത് അത്രയും റിസ്ക് പിടിച്ച പരിപാടിയാണ്. അങ്ങനെ ഒന്നും ചെയ്യല്ലേ എന്നാണ് എനിക്ക് പറയാനുള്ളത്. തറയിലേക്കൊക്കെ വന്ന് മുക്കുമുത്തി വീഴുന്ന സാധനങ്ങളൊക്കെ അവർ ചെയ്തിട്ടുണ്ടാവും കേട്ടോ. ചിലപ്പോൾ ഗംഭീരമായിട്ട് അത് മാസ്ക് ചെയ്തിട്ടുണ്ടാവും. പക്ഷേ എനിക്കതൊക്കെ കണ്ടു കഴിഞ്ഞപ്പം ഇങ്ങനെയൊന്നും ചെയ്യരുത്, ഇങ്ങനെ മനുഷ്യൻ്റെ ജീവൻ വെച്ചിട്ടുള്ള പരിപാടി ഒന്നും ചെയ്യരുത്. കാണുമ്പോൾ അത് വളരെ സിമ്പിളായിട്ട് തോന്നും, പക്ഷേ അത് വളരെ റിസ്ക് എടുത്ത് അവർ ചെയ്യുന്ന കാര്യങ്ങളാണ്. പിന്നെ പ്രളയമായിട്ട് ബന്ധപ്പെട്ടുള്ള VFX പരിപാടികൾ നമ്മൾ നോക്കുമ്പോഴും അതുപോലെ തന്നെ ഇതിൻ്റെ വിഷ്വൽ ഒരു പരിപാടി, ഒരു വീട്ടിൽ തന്നെയാണ് ഈ സംഭവങ്ങളൊക്കെ നമ്മൾ കാണുന്നത്. 1-2 മൈന്യൂട്ട് സാധനങ്ങളുണ്ട്. അതായത് വീടിൻ്റെ പുറത്ത് മഴ പെയ്യുന്ന ഒരു ഷോട്ട് കാണിക്കുമ്പോൾ വീടിൻ്റെ
എക്സ്റ്റീരിയർ ഷോട്ട് കാണിക്കുന്ന സമയത്ത് മഴ ഇങ്ങനെ പെയ്തുകൊണ്ടിരിക്കുക, പക്ഷേ അപ്പുറം ഇപ്പുറം നിൽക്കുന്ന മരത്തിൻ്റെ ഇലകളൊന്നും അനങ്ങുന്നില്ല. ഒക്കെ നമ്മളങ്ങനെ ശ്രദ്ധിക്കുന്നത് കൊണ്ട് കാണുന്നതാണ്. അങ്ങനത്തെ കുറച്ച് വളരെ കുഞ്ഞു കുഞ്ഞു സാധനങ്ങൾ എടുത്ത് മാറ്റി നിർത്തി കഴിഞ്ഞാൽ വിഷ്വൽ സൈഡ് മൊത്തത്തിൽ രസമായിട്ടാണ് എനിക്ക് തോന്നിയത്. സൗണ്ട് വളരെ രസമായിട്ട് അവർ ചെയ്തിട്ടുണ്ട്. ആ മഴയുടെ ഫീലൊക്കെ അങ്ങനെ നിലനിർത്തി സിനിമയുടെ ടൈറ്റിൽ എഴുതി തുടങ്ങുമ്പോൾ തന്നെ അവർ ആ മഴയിലേക്ക് നമ്മളെ കൊണ്ടുവരുന്നുണ്ട്. നല്ലൊരു തിയേറ്ററിൽ, നല്ല സൗണ്ടുള്ള ഒരു തിയേറ്ററിൽ, ഈ അപ്പുറം ഇപ്പുറം ഇരുന്ന് കുരട്ട് വർത്താനം പറയുന്ന വൃത്തികെട്ടവന്മാരില്ലാത്ത ഒരു തിയേറ്ററിൽ. വൃത്തികെട്ടവന്മാരും ഒക്കെ ഉണ്ട്. ഇന്ന് എന്നെ ശല്യം ചെയ്ത 2 സ്ത്രീകളായിരുന്നു. സംവിധായകൻ്റെ പേരൊക്കെ വരുമ്പോൾ അവർ ആർത്ത് കൈയടിക്കുന്നുണ്ടായിരുന്നു, വേറെ ആർക്കും കൈയടിച്ചിട്ടില്ല. പക്ഷെ അങ്ങനെയൊക്കെ ചെയ്തിട്ടും ഈ സിനിമയിൽ വരുന്ന ഓരോ രംഗത്തിനെ കുറിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞുകൊണ്ടേയിരിക്കുക എന്ന് പറയുന്നത് ഭയങ്കര ഡിസ്റ്റർബിംഗ് ആയിരുന്നു. ഞാൻ പറഞ്ഞൊന്നും ചെയ്തില്ല, ഞാൻ സീറ്റ് മാറിയിരുന്നു. അവിടെ ഒത്തിരി സീറ്റുകൾ വേക്കൻ്റ് ആയിട്ടുണ്ടായിരുന്നു. അതാണ് എനിക്ക് പറയാനുള്ള മറ്റൊരു കാര്യം. ഇങ്ങനെയുള്ള കുഞ്ഞു സിനിമകൾക്ക് ഒരുപാട് സീറ്റുകൾ തിയേറ്ററിൽ വേക്കൻ്റ് ആയി കിടക്കും. ഇനി അങ്ങോട്ട് അത് തിയേറ്ററിൽ നിന്ന് പോയി കഴിഞ്ഞാൽ OTTയിൽ വരുമ്പോൾ നല്ല അഭിപ്രായം കേൾക്കാമെന്ന് പറയാനാണെങ്കിൽ ഇത് KSFDC ചെയ്തിട്ടുള്ള സിനിമയാണ്. സി സ്പേസ് എന്ന് പറയുന്ന ഗവൺമെൻറ്റിൻ്റെ OTT പ്ലാറ്റ്ഫോമിലാണ് ഈ സിനിമ വരാൻ പോകുന്നത്. അങ്ങനെ ഒരു OTT പ്ലാറ്റ്ഫോം എക്സിസ്റ്റ് ചെയ്യുന്ന കാര്യം പോലും വളരെ കുറച്ച് ആളുകൾക്ക് അറിയുള്ളൂ, ഇൻക്ലൂഡിങ് സിനിമാക്കാർ. അപ്പോൾ അതുകൊണ്ട് തിയേറ്റർ വിട്ടാൽ പിന്നെ ഈ സിനിമ വളരെ കുറച്ച് ആളുകളിലേക്ക് മാത്രം റീച്ച് ചെയ്യാൻ പോകുന്നൊരു സംഭവമാണ്. ഈ സിനിമയുടെ ക്ലൈമാക്സിലേക്ക് വരുമ്പോൾ അവർ ചെയ്തു വെച്ചിരിക്കുന്ന കുറേ കാര്യങ്ങൾ, ക്ലൈമാക്സിന് മുമ്പുള്ള കുറേ കാര്യങ്ങളൊക്കെ ഉണ്ട്. അവിടെ നമുക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന ഈ മനുഷ്യത്വപരമായി നമ്മൾ ചിന്തിക്കുന്ന കള്ളൻ്റെ ന്യായം എന്നൊക്കെ പറയുന്ന പോലത്തെ കുറേ കാര്യങ്ങൾ കുറേ പറയാനുണ്ട് അതിനകത്ത്. പക്ഷേ ചിലതൊക്കെ സ്പോയിലർ എലമെൻ്റ് ഉള്ളതാണ്. ഇനി ബന്ധങ്ങളിലെ അർത്ഥശൂന്യത എന്നൊക്കെ പറയുന്ന കള്ളത്തരങ്ങളുണ്ടല്ലോ, ഈ കള്ളത്തരങ്ങളൊക്കെ കാണാൻ കള്ളത്തരം കാണിച്ചാൽ വീട്ടിലെത്തിയിട്ടുള്ള ആളെയാണ് ഉപയോഗിച്ചിട്ടുള്ളത്. അതൊരു ബ്രില്യൻറ്റ് പരിപാടിയായിട്ട് എനിക്ക് തോന്നി. എന്നെ സംബന്ധിച്ച് തിയേറ്ററിൽ നിന്ന് കണ്ടിറങ്ങുമ്പോൾ ഒരു ഭയങ്കര സംഭവം കണ്ടു എന്നല്ല ഞാൻ പറയുന്നത്, പക്ഷേ ഒരു പ്രോത്സാഹിപ്പിക്കബിൾ അറ്റംപ്റ്റ് ഉണ്ട്. നല്ലൊരു സ്ക്രിപ്റ്റും കുറച്ചും കൂടി ബഡ്ജറ്റും കിട്ടിക്കഴിഞ്ഞാൽ കുറേയൊക്കെ അത്ഭുതം പ്രവർത്തിപ്പിക്കാൻ ഇതിൻ്റെ സംവിധായകനും തിരക്കഥാർത്ഥിനും ഒക്കെ പറ്റും എന്ന് പറയുന്ന ഒരു ഫീലുണ്ട്. ഇതിൻ്റെ ടെക്നിക്കൽ ടീമിനും പറ്റും എന്നുള്ള ഒരു ഫീല് തന്നെയാണ് സിനിമ അവസാനിക്കുന്നത്. നവാസ് സുൽത്താനും മനോജ് കുമാറും ചേർന്ന് തിരക്കഥ ഒരുക്കിയിരിക്കുന്ന ഈ സിനിമയുടെ സംവിധാനം നിർവഹിച്ചിട്ടുള്ളത് മനോജ് കുമാറാണ്. ഹരികൃഷ്ണൻ ലോഹിതദാസിന്റെ ക്യാമറയാണ്, മെൻറ്റോസ് ആന്റണിയാണ് എഡിറ്റിംഗ്, വിജയ് ജേക്കബിന്റെ മ്യൂസിക് ആണ്, അപ്പുണ്ണി സാജനാണ് ആർട്ട് ചെയ്തിരിക്കുന്നത്. യെസ്, ആ പരിപാടിയും അടിപൊളിയായിരുന്നു. അങ്ങനെ മൊത്തത്തിൽ രസമുള്ള കുറച്ച് പുതിയ കാര്യങ്ങൾ പരീക്ഷിക്കാൻ അവർ സമയം ചെലവഴിച്ചിട്ടുള്ള ഒരു നല്ല വർക്കാണ്, ഒരു പ്രോത്സാഹിപ്പിക്കബിൾ അറ്റംപ്റ്റ് ആയിട്ടാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. നിങ്ങൾ ഈ സിനിമ തിയേറ്ററിൽ കണ്ട ആളാണെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. സിനിമ ഓരോരുത്തർക്കും ഡിഫറൻ്റ് ആണ്, കണ്ട് തന്നെ വിലയിരുത്തേണ്ടതാണ്. അങ്ങനെ സിനിമ തിയേറ്ററിൽ കണ്ട ഒരാളാണ് നിങ്ങളെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുകയാണെങ്കിൽ കമന്റ് ബോക്സും കൂടി വായിച്ചിട്ട് സിനിമയ്ക്ക് പോകണോ വേണ്ടിയോ തീരുമാനിക്കുന്ന ആളുകളുണ്ട്, അവർക്കതൊരു വലിയ സഹായമായിരിക്കും. അപ്പോൾ താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം പരിഗണിക്കുക.